ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. പക്ഷെ 40 രൂപ 50 രൂപ ഉള്ളിൽ ചെറിയ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഡീസലാണ്, നല്ല പെർഫോമൻസും നല്ല മൈലേജ് ഉണ്ടാവും. പിന്നെ എല്ലാം ചോദിക്കുന്നത് 3.25 3.25 എന്തെങ്കിലും നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാം. ഇത് മാക്സിമം നമുക്കൊരു 2.80 3ന്റെ അടുത്ത് നമുക്ക് ഫിനാൻസും ചെയ്തു ഒരു 50-60 രൂപ മാക്സിമം നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോ എന്തെങ്കിലും മാക്സിമം അങ്ങോട്ട് കൂടെ പറഞ്ഞു കാണാം. ഒരു 50 രൂപ റേഞ്ചിലൊക്കെ ഡൗൺ പേയ്മെന്റ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ബഡ്ജറ്റ് റേഞ്ചിൽ എത്ര നമുക്ക് ഒരു 5.5 NOC കൊടുക്കാം. 5.5 രൂപ. റിയറിലെ AC വെന്റ് കാര്യങ്ങള് അതേപോലെ നല്ല സ്പേസസ് ആണ്. റിയറിൽ നമുക്ക് ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതേപോലെ തന്നെ ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട് നമുക്ക്. അതുപോലെ സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ്, കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ, AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ. നമുക്ക് ഡ്രൈവർ സൈഡിന് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, ഡൗൺ ചെയ്യാം. ഒത്തിരി ഫീച്ചേഴ്സ് വരുന്ന ഡീസൽ വണ്ടിയില്ല. ഒരു 50 രൂപ 60 രൂപ നമുക്ക് സുഖമായിട്ട് വണ്ടി ഒരു 50 രൂപ 60 രൂപ നമുക്ക് ചെറിയ ഡൗൺ പേയ്മെന്റ് ഡീസലാണ്. സോ നല്ല മൈലേജും ഉണ്ടാവും. അതേപോലെ തന്നെ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസും. ഡിയർ ഫ്രണ്ട്സ്, ഇതാണ് നിങ്ങൾ അന്വേഷിക്കുന്ന കാറുകൾ. അതായത് നമുക്ക് നല്ല മൈലേജും കുറഞ്ഞ മെയിൻ്റനൻസും സാധാരണക്കാരന് എന്നും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായ നല്ല അടിപൊളി കളക്ഷൻ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ആൾ ഇഷ്ടപ്പെടുന്ന ഒരു ജനപ്രിയ മോഡലാണ് സ്വിഫ്റ്റ്. ഏകദേശം 6 സ്വിഫ്റ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. അതൊക്കെ ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാം. അതേപോലെ തന്നെ നമുക്ക് സ്വിഫ്റ്റിന്റെ സെയിം സെഗ്മെന്റ് ആണ് നമുക്ക് ബലീന. നല്ല മൈലേജ് കിട്ടും, കുറഞ്ഞ മെയിൻ്റനൻസ് ആണ്, നമുക്ക് 0 ഡൗൺ പേയ്മെന്റ് തന്നെ ഇറക്കാം. അങ്ങനെ ഏകദേശം നമുക്ക് 10-50ഓളം വാഹനങ്ങളാണ് ദോസ്തിൽ എത്തിയിട്ടുള്ളത്. സോ നമുക്ക് നല്ല കളക്ഷൻസ് കാര്യങ്ങളുള്ള ഈ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും കൃത്യമായ സ്വാഗതം. അപ്പോൾ നമ്മളെ കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് തോയറാണ്. തോയറ നമ്മൾ എന്താണ് നമുക്ക് നല്ല കിഡ്ലൻ കളക്ഷൻസ് വന്നിട്ടുണ്ട്. നമുക്ക് ലിവകൾ വന്നിട്ടുണ്ട്, അതുപോലെ ഷിഫ്റ്റുകൾ ഉണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്ന 2 മോഡലാണ് ഷിഫ്റ്റും ലിവയൊക്കെ അല്ല. നമുക്ക് ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറുകാർ നോക്കുന്ന 800 ഉണ്ട്. അതേപോലെ തന്നെ KUV 100. അങ്ങനെ നല്ല ബഡ്ജറ്റ് റേഞ്ച് ചെയ്യാൻ പറ്റിയ വണ്ടികളുണ്ട്. i20 ഡീസൽ വരുന്ന വണ്ടികളുണ്ട്. അതുപോലെ അൾട്ടോ സെന്ന്, അത് ചെറു വണ്ടികളും നമ്മളെ കയ്യിലുണ്ട്. നമുക്ക് ദോസ്തിന്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ദോസ്ത് കറക്റ്റ് ദോസ്ത് വരാം. നമുക്ക് പെരിന്തൽമണ്ണ മലപ്പുറം റോഡിൽ വരുന്ന അരിപ്പുറ സ്കൂൾ പടി സ്ഥലത്താണ് നമ്മൾ ലൊക്കേഷൻ വരുന്നത്. ഇതാണ് നമ്മുടെ സ്കൂൾ ഓപ്പോസിറ്റ് ആണ്. ഇത് പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേ. പെരിന്തൽമണ്ണ ഏകദേശം എത്ര കിലോമീറ്റർ? ഒരു 3-4 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. മലപ്പുറത്ത് നിന്നാണെങ്കിൽ കറക്റ്റ് ഒരു ചോദിക്കണം, അതൊരു 8-10 ഉള്ളിലേ വരുന്നുള്ളൂ. അപ്പൊ തന്നെ സ്വിഫ്റ്റുകളാണ് തുടങ്ങാം. ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. അപ്പൊ ഡീസലാണ് വരുന്നത്. നമുക്ക് മൈലേജ് എത്രയൊക്കെ പ്രതീക്ഷിക്കാം? മൈലേജ് 20 മേലെ നമ്മൾ പ്രതീക്ഷിക്കാം. 20ന്റെ മുകളിൽ ഒരു 20 എന്തായാലും നമുക്ക് 45 ആണ് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കമ്പനി ഇൻബിൽട്ട് ആയിട്ട് തന്നെ പിന്നെ അലോയ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. എല്ലാം നമുക്ക് ഏറ്റവും അന്നത്തെ ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2014 ZDI 16 ZDI 14 ഇതിലെ സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ്, നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, അങ്ങനെ അത്യാവശ്യം നല്ല ഫീച്ചറിലോടാണ് ഈ ഒരു വാഹനം. ഫുൾ കമ്പനി ഫിറ്റിംഗ്സില് സ്പോയിലർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാവരും 80% മേലെ 90% ടയർ ബാഗ് വരുന്നുണ്ട്. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ഓണർഷിപ്പിൽ വരുന്നത് സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. കിലോമീറ്റർ എത്ര ഓടി? കിലോമീറ്റർ 1.10 അതിനുള്ളിൽ വരുന്നു. സർവീസ് കഴിഞ്ഞാണോ? സർവീസ് എല്ലാം കഴിഞ്ഞ വണ്ടി. മേജർ ആക്സിഡന്റ് ക്ലെയിം അങ്ങനത്തെ ഒന്നുമില്ല. അപ്പൊ സിംഗിൾ ഓൺഷിപ്പ് 2014 ഡീസലില് ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. നമുക്ക് എത്രയാണ് തോയറതിന്? നമ്മൾ ചോദിക്കുന്നത് ഒരു 4.40 ആണ്. 40 ചോദിക്കുന്നുള്ളൂ. നമുക്ക് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. നെഗോഷ്യബിൾ ആണ് ചെയ്ത് കൊടുക്കാം. ഫൈനൽ പ്രൈസ് എല്ലാം മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഏകദേശം നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ്? ഡൗൺ പേയ്മെന്റ് നമുക്ക് ഒരു 40 രൂപ 50 രൂപ ഉള്ളിൽ ചെറിയ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് 2014 ആവുകൊണ്ട് മാക്സിമം നമുക്ക് ലോൺ പ്രൊവൈഡ് ചെയ്ത് ലോൺ ചെയ്യാൻ പറ്റൂല. ഞാൻ അതിന്റെ ഒരു സിൽവർ ആണ്. KL61 ആണ് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതെങ്ങനെയായിരുന്നു? ഇത് ഡീസൽ വീഡിയോ 2013 വീഡിയോ ഇല്ല. ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ അതേ സെയിം മൈലേജ് കാര്യങ്ങൾ കിട്ടും. അതെല്ലാ കാര്യങ്ങളും ഒരു 80-85% ടയർ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും അലോയ്സ് വരില്ല. വീഡിയോ മിഡിൽ ഓപ്ഷൻ ആണ്. പക്ഷെ നമുക്ക് 4 ഡോർ പവർ വിൻഡോ, ഇലക്ട്രിക്കൽ മിറേഴ്സ്, LCD സ്ക്രീന്, നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു? ഇത് സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1.13 1.10 സംതിങ് വരും ഓടിയിട്ടുണ്ട്. സർവീസ് കഴിഞ്ഞല്ല? ക്ലിയർ ചെയ്തു, എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ല. സെക്കൻഡ് ഓണർ വണ്ടി. വീഡിയോ ഡീസലാണ്. നമ്മൾ എത്ര ഇതിന് ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്നത് 3.25 ആണ്. 3.25 നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാം. ഇത് മാക്സിമം നമുക്കൊരു
280 3ന്റെ അടുത്ത് നമുക്ക് ഫിനാൻസും ചെയ്തു ഒരു 50-60 രൂപ മാക്സിമം നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ മാക്സിമം അങ്ങോട്ട് കൂടെ പറഞ്ഞു കാണാം. ഒരു 50 രൂപ റേഞ്ചിലൊക്കെ ഡൗൺ പേയ്മെന്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇനിയും സ്വിഫ്റ്റ് വരുന്നുണ്ട്. ഇടയിൽ തവണ നമുക്ക് ഫോർഡ് ഫിഗോ അല്ല, അതായത് അതിന്റെ ലേറ്റസ്റ്റ് മോഡൽ നമ്മുടെ ആസ്പിയറിനെ പോലെ തന്നെ ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം വന്നൊരു മോഡൽ 65 തിരുവിഴങ്ങാട് രജിസ്ട്രേഷന്. എങ്ങനെയായിരുന്നു മോഡൽ? 2015 മോഡൽ വരുന്നത്. ഓക്കെ, ടയറൊക്കെ അത്യാവശ്യം ഒരു 90% ടയർ ഭാഗം എല്ലാം ഉണ്ട്. ഇന്ത്യയുടെ നല്ല ബോഡി ക്വാളിറ്റി ആണ്. ബോഡി ക്വാളിറ്റി ഭയങ്കരമാണ്. കാര്യങ്ങള് കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ, അതേപോലെ തന്നെ സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ? മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല, റീപ്ലേസും കാര്യങ്ങളൊന്നും. ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടി ആട്ടോ. ഫസ്റ്റ് ഓണർഷിപ്പ് ആണല്ലേ? അതെ. ഇത് കിലോമീറ്റർ ഒക്കെ എങ്ങനെ ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 110 ആ സംതിങ് ഓടിയിട്ടുണ്ട്. അല്ലേ? 110 അല്ല, 110 മേലെ ഓടിയിട്ടുണ്ട്. പിന്നെ നല്ല സ്പേഷ്യസ് ആണ് വണ്ടി. ക്വാളിറ്റിയാണ്, നല്ല ബോഡി ക്വാളിറ്റി ഭയങ്കരമാണ്. അതേപോലെ തന്നെ ഡീസലും ആണ്, നല്ല പെർഫോമൻസും നല്ല മൈലേജും പിന്നെ എല്ലാം കിട്ടുന്ന ഒരു ഓൾഡ് മോഡലിന്റെ മാറി ഇഞ്ചക്ടറിന്റെ പണി കൂടുതൽ വരത്തില്ല, ഒന്നുമില്ല. ന്യൂ മോഡലില്. അപ്പൊ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഫിഗോ ലാസ്റ്റ് ഇയർ മോഡലാണ് കമ്പനി വന്നത്. എത്ര നമ്മൾ ചോദിക്കുന്നത്? ചോദിക്കുന്നത് ഒരു 340 ചോദിക്കുന്നുണ്ട്. 340 ഒരു ബഡ്ജറ്റ് റേഞ്ച് മൈലേജ് കിട്ടും ഇതിന്. മാക്സിമം 50 പറഞ്ഞ മാരത്തിന് 20 മേലെ തന്നെ നമുക്ക് മൈലേജും കിട്ടൂല. അപ്പൊ 3 സംതിങ് നമ്മൾ ചോദിക്കണം. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? വണ്ടി ഇത് നമുക്ക് ഫിനാൻസ് മാക്സിമം ഒരു രൂപ 2 രൂപ കയറും ഉണ്ടെങ്കിൽ, അപ്പൊ കുറച്ച് എമൗണ്ട് നമ്മൾ ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് ചെയ്യേണ്ടി വരും. ചെയ്യണമെങ്കിൽ വണ്ടി ഇറക്കാനും പറ്റൂല. നെഗോഷ്യബിൾ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. വീണ്ടും ഒരു സ്വിഫ്റ്റ് KL2 കൊല്ലം രജിസ്ട്രേഷനിൽ വരുന്ന ഒരു വണ്ടി. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2016 പെട്രോൾ. 2016 പെട്രോൾ അല്ലേ? അതായത് നമുക്ക് ഒരു ചെറിയൊരു എഞ്ചിൻമേലൊക്കെ ഒരു പിന്നെ ഒരു ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വന്നതാണ്. സോ നമുക്ക് അത്യാവശ്യം മൈലേജ് ഒക്കെ എന്തായാലും മൈലേജ് കിട്ടുന്നുണ്ട്. കസ്റ്റമേഴ്സ് പറയുന്നുണ്ട് 16-18 ഒക്കെ ആ റേഞ്ചിൽ കിട്ടും ചെയ്യും. അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡൽ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? ഇത് 2016 സെക്കൻഡ് ഓണർ 82,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. LXI ഓപ്ഷനില് അഡീഷണൽ സ്പോയിലർ ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയിലെ ലെതർ സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടില് 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. നമുക്ക് എയർ ബാഗ്, ഫ്രണ്ടിൽ എയർ ബാഗ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ എയർ ബാഗ്, പിന്നെ LCD സ്ക്രീന്, ഹാൻഡ് റെസ്റ്റ്, അത്യാവശ്യം ടയറും നോക്കി ഒരു ആവറേജ് കണ്ടീഷനാണ്. മേജർ ആക്സിഡന്റ് റീപ്ലേസ് അങ്ങനത്തെ ഒന്നുമില്ല. നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. അവർ ചെക്ക് ചെയ്ത എല്ലാ കാര്യങ്ങളും. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് സെക്കൻഡിലെ കിടക്കും. സെക്കൻഡില എത്ര നമ്മൾ ചോദിക്കുന്നത്? നമ്മൾ 4.5 ചോദിക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ മാക്സിമം ചെയ്തു കൊടുക്കാം അല്ലെ? ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ്? 50 രൂപ 60 രൂപ റേഞ്ചിലൊക്കെ നമുക്ക് സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അല്ലെ? അടുത്താണ് വീണ്ടും ഒരു സ്വിഫ്റ്റ് KL 65 തിരുവരങ്ങാട് രജിസ്ട്രേഷൻ. ഡീസലാണ് വണ്ടി വരുന്നത്. അപ്പൊ നമ്മൾ ഇതാവണോ കുറെ സ്വിഫ്റ്റുകൾ പരിചയപ്പെട്ടു. അപ്പൊ ഇത് വീഡിയോ തന്നെയാണ് ഓപ്ഷൻ വരുന്നത്. വീഡിയോ 2014 കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1 ഓടിയിട്ടുണ്ട്. സർവീസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. എത്ര ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് മാക്സിമം ഇതുപോലെ തന്നെ 60-70 ആ റേഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റൂല. അടുത്ത നമ്മളൊരു പ്രീമിയം വണ്ടിയാണ് Audi A4 അല്ലേ? നല്ലൊരു ബഡ്ജറ്റ് റേഞ്ചിൽ. എത്ര ഇതിന്റെ റേറ്റ്? 5.5 NOC കൊടുക്കാം. 5.5 രൂപ NOC സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. അടുത്ത നമുക്ക് മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. സെഡാനില് എന്നും ഏവരും ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടിയാണ് സിറ്റിയിലെ. നല്ല അടിപൊളി നമ്പറൊക്കെയാണ് കണ്ടില്ല. 123 നല്ല. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങൾ? 2014-15 രജിസ്ട്രേഷൻ. ഡീസൽ വണ്ടിയായിരുന്നു. അതെ, ഡീസൽ. മൈലേജ് നമുക്ക് എത്ര പ്രതീക്ഷിക്കാം? 20 മേലെ പ്രതീക്ഷിക്കാം. 20 മുതൽ കമ്പനി 24 ഒക്കെ പറയുന്നുണ്ട്. എന്തായാലും ഒരു 20 കൺഫേം ആയിട്ട് പ്രതീക്ഷിക്കാം. 20 മേലെ തന്നെ നമുക്ക് പ്രതീക്ഷിച്ച് പറയാം. ഒരു കിഡ്ല അലോയി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. ഓൺഷിപ്പ് ഫസ്റ്റ് ഓണർഷിപ്പ്, സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയില്ല. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 1.14 ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസ് ആണ്. സർവീസ് ഹിസ്റ്ററിയിലെ വണ്ടിയാണ്. റിയറിലെ AC വെന്റ് കാര്യങ്ങൾ, അതേപോലെ നല്ല സ്പേഷ്യസ് ആണ്. റിയറിൽ നമുക്ക് ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതേപോലെ തന്നെ ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട് നമുക്ക്. അതേപോലെ സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ്, കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ. നമുക്ക് ഡ്രൈവർ സൈഡിന് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, ഡൗൺ ചെയ്യാം. അങ്ങനെ ഒത്തിരി ഫീച്ചേഴ്സ് വരുന്ന ഡീസൽ വണ്ടിയില്ല. എത്ര നമ്മൾ ചോദിക്കുന്നത്? 5.5 ആണ് അല്ലെ? നല്ലൊരു ബഡ്ജറ്റ് ഒരു ആഷ് ബാഗിന്റെ പ്രൈസിന് നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം? ഇതേപോലെ തന്നെ ഒരു 60-70 ആ റേഞ്ചിൽ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഇറക്കാം. നല്ല ഡെയിലി യൂസിന് നല്ല മൈലേജ് നോക്കുന്നത് മൈലേജോട് കൂടി വണ്ടിയാണ്. നല്ല വണ്ടിയാണ് അല്ലെ? അടുത്ത തവണ നമുക്ക് ഒരു 800 KL5 കോട്ടയം രജിസ്ട്രേഷൻ ആണ് വരുന്നത്. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീന്, നല്ല പക്ക ഒരു പുതിയൊരു വണ്ടിന്റെ ഫീൽ വണ്ടിയില്ല. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ? 2021
2021 അല്ലെ. ടയറൊക്കെ നോക്കി നിങ്ങൾ പക്ക ബ്രാൻഡ് ന്യൂ ടയേഴ്സ് ആണ് വരുന്നത്. ഇത് എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങൾ? ഇത് കിലോമീറ്റർ ആകെ ഓടിയിട്ടില്ല 32,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടിയാണ്. ടച്ച് സ്ക്രീന് കാര്യങ്ങൾ ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ചെയ്തിട്ടുണ്ട്. LXi ആണ് ഒരു പുതിയ മോഡലില്. എയർ ബാഗ് ഫ്രണ്ടിൽ ഒന്ന് വരുന്നുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിലെ വണ്ടി ഇറക്കുന്നു. സെക്കൻഡ് ഓണർഷിപ്പിലെ വണ്ടി റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഒന്നുമില്ല. സ്പോയിലറും കാര്യങ്ങളൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ഉള്ളിലൊക്കെ ഇന്റീരിയർ ഒക്കെ നല്ല സെറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളൂ. ഓൺഷിപ്പ് സെക്കൻഡ്. അതെ. നമുക്ക് എത്രയാണ് ഇതിന് ചോദിക്കുന്നത്? 375 ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ്. നമുക്ക് എന്തായാലും മാക്സിമം ചെയ്ത് കൊടുക്കാം. ഏകദേശം എത്ര രൂപ? ഇതേപോലെ തന്നെ ഒരു 50 രൂപ 60 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് വണ്ടി ചെയ്യാം. ഇതിന് നമുക്ക് മൈലേജ് എത്ര? മൈലേജ് ഇപ്പോ എല്ലാവരും കസ്റ്റമേഴ്സ് പറയുന്നത് 18-17 റേഞ്ചിൽ കിട്ടുന്നുണ്ട്. എന്തായാലും കിട്ടൂല. അപ്പൊ നമുക്ക് ആ ധൈര്യം പറഞ്ഞു കൊടുക്കാം. അടുത്ത തവണ നമുക്കൊരു ഇതുവരെ നമ്മൾ ഓൾഡ് മോഡൽ ആയിരുന്നു. ഈ ന്യൂ മോഡൽ സ്വിഫ്റ്റ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ന്യൂ മോഡൽ ഇതും കോട്ടയം രജിസ്ട്രേഷൻ. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2018 മോഡൽ. 18 മോഡൽ. ഓപ്ഷൻ ഏതായിരുന്നു? ഓപ്ഷൻ LXi ആണ്. ബേസ് മോഡലാണ്. ബേസ് മോഡൽ പെട്രോൾ ആണ്. മൈലേജ് എത്ര? മൈലേജ് ഇപ്പോ ഒരു 19-20 റേഞ്ചിലൊക്കെ നമ്മൾ കസ്റ്റമേഴ്സ് 1-2 ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. കൺഫേം ഒരു 18 ഒക്കെ പറഞ്ഞു കൊടുക്കാം. 18 എന്തായാലും പ്രതീക്ഷിക്കാം. ഓൺഷിപ്പ് എങ്ങനെയാണ്? ഓൺഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 58,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. മേജർ ആക്സിഡന്റ് ക്ലെയിം റീപ്ലേസ് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഹിസ്റ്ററിക്ക് അവൈലബിൾ ആണ്. നമുക്ക് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം ടയർ ഒരു 85-90% ടയർ കാര്യങ്ങൾ. വണ്ടി പിന്നെ നല്ല ബോഡി വൃത്തി കാര്യങ്ങളെല്ലാം. ഫ്രണ്ടിലെ ടയർ അത്യാവശ്യം ഒന്നുകൂടെ 90+ ഉണ്ട്. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്നത് 520 ആണ്. 520. ഏകദേശം നമുക്ക് എത്ര രൂപ നമുക്ക് ഒരു 50-60 രൂപ നമുക്ക് ചെറിയ ഡൗൺ പേയ്മെന്റ്. അടുത്ത ബഡ്ജറ്റ് റേഞ്ചില് ഒരു SUV, കുഞ്ഞൻ SUV, ഒരു സബോമീറ്റർ SUV നോക്കുന്നവർക്ക് നല്ലൊരു കിട്ടുന്ന ഓപ്ഷൻ ആണ് KUV 100. ഡീസലാണ് വണ്ടി വരുന്നത്. ഡീസലാണ്. സോ നല്ല മൈലേജും ഉണ്ടാവും. അതേപോലെ തന്നെ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസും. ഇതെങ്ങനെയായിരുന്നു നമുക്ക് മോഡൽ കാര്യങ്ങൾ? ഇത് 2016 മോഡൽ K6 ആട്ടോ വരുന്നത്. ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെയുള്ള മോഡൽ. ടോപ്പിന് തൊട്ട് താഴെ വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ്, അതുപോലെ ഹെഡ് റൂം, ലെഗ് റൂം ഒക്കെ അത്യാവശ്യം നല്ലോണ്ട്. സോ നമുക്ക് യാത്ര ചെയ്യാനൊക്കെ നല്ല കംഫർട്ട് ആയിരിക്കും. റിയൽ വൈപ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. മൈലേജ് എത്രയൊക്കെ പ്രതീക്ഷിക്കാം? മൈലേജ് 20-ന് മേലെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും പ്രതീക്ഷിക്കാം. എങ്ങനെയായിരുന്നു മോഡല് ഓണർഷിപ്പ് ഒക്കെ? ഇത് 2016 മോഡല് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ 98,000 ഓടിയിട്ടുണ്ട്. അവൈലബിൾ ആണ്. സർവീസ് കാര്യങ്ങളൊക്കെ ആവുന്നേ ഉള്ളൂ. നമുക്ക് എത്രയാണ് ഇതിന് ചോദിക്കുന്നത്? നമുക്കൊരു 330 ചോദിക്കുന്നുണ്ട്. മാക്സിമം നമുക്ക് 0 പേയ്മെന്റ് നമുക്ക് ഇറക്കി കൊടുക്കാം. അപ്പൊ നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ ഡീസൽ ഫുൾ ലോണിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത വീണ്ടും ഒരു ഡീസൽ സ്വിഫ്റ്റ്. സ്വിഫ്റ്റ് ഇപ്പൊ നോക്കുന്നവർക്ക് ധൈര്യമായിട്ട് ഇഷ്ടം പോലെ കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പൊ സ്വിഫ്റ്റ് നോക്കുന്നവർക്ക് ഇഷ്ടം പോലെയാണ് നമുക്കിവിടെ വെറൈറ്റി കളക്ഷൻസ്, വെറൈറ്റി പിന്നെ ജനറേഷൻ ഉണ്ട്. അതേപോലെ നമുക്ക് ഡീസൽ ഉണ്ട്, പെട്രോൾ ഉണ്ട്, ന്യൂ മോഡൽ ഉണ്ട്. ഇതെങ്ങനെയായിരുന്നു? 2013 മോഡൽ. 13 മോഡൽ ZDI ആണ് ഓപ്ഷൻ വരുന്നത്. ഏറ്റവും ടോപ്പ് ലോഡ്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങൾ? കിലോമീറ്റർ 130 ആ റേഞ്ചിൽ ഓടിയിട്ടുണ്ട്. സർവീസ് കഴിഞ്ഞല്ല? സർവീസ് കഴിഞ്ഞ വണ്ടി. അപ്പൊ അന്നത്തെ ഏറ്റവും ടോപ്പ് കമ്പനി ഫിറ്റിംഗ്സിൽ വരുന്ന ഡീസൽ വേരിയന്റ്. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് തേർഡിലാണ് കിടക്കുന്നത് അല്ലേ? ഇന്ത്യൻ സൈഡ് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആണ്. അതേപോലെ തന്നെ നമുക്ക് റൂഫൊക്കെ നല്ല വൃത്തിയുണ്ട്. പിന്നെ ZDI എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫുൾ ലോഡ് വണ്ടി. നമുക്ക് സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ്, 9 സ്ക്രീന്, അതേപോലെ ഹാൻഡ് റെസ്റ്റ്, നമ്മുടെ ഡ്രൈവർ സൈഡ് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ്മെന്റ് മിറേഴ്സ്, 4 പവർ വിൻഡോ, കമ്പനി അലോയ്സ്, അപ് ടു 95% ടയർ. എത്ര ചോദിക്കുന്നത്? ഇത് ചോദിക്കുന്നത് നമ്മള് 4.5 ചോദിക്കുന്നുണ്ട്. റേറ്റ് കുറച്ച് എമൗണ്ട് കൂടുതലാണ്. പക്ഷെ എന്താ വെച്ചാല് നമ്മൾ ചെയ്തത് പുതിയ മോഡലിലേക്ക് ലിഫ്റ്റ് ചെയ്യുന്നത്, അതുപോലെ പെയിന്റ് കാര്യങ്ങള്, ഉള്ളിലെ ഇന്റീരിയർ എല്ലാ വർക്കും കുറച്ച് ചെയ്ത വണ്ടിയാണ്. നിലവിൽ നമുക്ക് ഡീസൽ അടിച്ച് പോയാൽ മെക്കാനിക്കലി ഓക്കെയാണ്. പിന്നെ കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടോ അത്രത്തോളം നമ്മള് ക്വാളിറ്റിയിൽ ചെയ്തിട്ടുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ പുതിയതാണ്. അപ്പൊ ഫൈനൽ ആ ഒരു ഇതുകൊണ്ട് കുറച്ചൊരു എമൗണ്ട് കൂടുതലായി തോന്നും. നമുക്ക് ഫൈനൽ ഒരു 440-നൊക്കെ വണ്ടി കൊടുക്കാം. നമുക്ക് ഏകദേശം ഇതേമാതിരി തന്നെ ഒരു രൂപന്റെ അടുത്തൊക്കെ മാക്സിമം ഇടേണ്ടി വരും. ഒരു മോഡൽ 13 ആവുന്നുണ്ട്. പക്ഷെ വണ്ടി ക്വാളിറ്റിയാണ്. ധൈര്യത്തിൽ പറഞ്ഞ് നമുക്ക് കൊടുക്കാൻ പറ്റും. അടുത്ത തവണ നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു യൂത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടിയാണ് Volkswagen Polo. K2 കൊല്ലം രജിസ്ട്രേഷൻ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2017 പെട്രോൾ ആട്ടോ വരുന്നത്. പെട്രോൾ ആണല്ലേ? സോ മെയിൻ്റെനൻസ് കുറവായിരിക്കും. ഫുൾ ഓപ്ഷൻ വണ്ടി, ഹൈലൈൻ ആണ് വരുന്നത്. ഏറ്റവും ടോപ്പ് എൻഡ്. പിന്നെ പൊതുവെ ഇപ്പൊ ആളുകൾ നോക്കുന്നത് പൊതുവെ പെട്രോൾ ആണ് നോക്കുന്നത്. നമുക്ക് ലാഗിങ്ങോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. മെയിൻ്റെനൻസും കുറവായിരിക്കും. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2017 മോഡല് തേർഡ് ഓണർഷിപ്പിലാണ് വണ്ടി കിടക്കുന്നത്. ഒന്ന് ഓടിയിട്ടുണ്ട്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിയിട്ടുണ്ട്. 1 ലക്ഷം ഓടിയിട്ടുണ്ട്. ഫുൾ അവൈലബിൾ ആണ്. നമുക്ക് ചെയ്ത് കൊടുക്കാം. വോൾസ്വാഗന്റെ കമ്പനിയോടെ അല്ല മാക്സിമം ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എടുക്കുമ്പോൾ ഹിസ്റ്ററി നോക്കിയിട്ട് എടുക്കാറില്ല. ബുദ്ധിമുട്ട് കാര്യങ്ങൾ കണ്ടിട്ടില്ല. റീപ്ലേസ് ഒന്നുമില്ല.
സിംഗിൾ ഓണർ വണ്ടി, സിംഗിൾ തേർഡ് ഓണർഷിപ്പ് വണ്ടി ഇപ്പൊ കിടക്കും. എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? നമ്മൾ ചോദിക്കുന്നത് നമുക്ക് ഫൈനൽ ഒരു 5-20 കിട്ടിയേ കൊടുക്കാം. ഓക്കെ, ഏകദേശം എത്ര രൂപയുടെ ഡൗൺ പേയ്മെന്റ് ഒക്കെ വേണ്ടി? നമുക്ക് ഒരു മാക്സിമം ഒരു രൂപന്റെ ഒക്കെ അടുത്തുണ്ടെങ്കിൽ നമുക്ക് ഇറക്കാം, സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അടുത്തൊരു ചെറു ഫാമിലി കാർ, അതായത് നമുക്ക് ലേഡീസിനൊക്കെ പ്രത്യേകിച്ച് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് മാരുതി സുസുക്കി വാഗ്നർ. ഓക്കെ, 23 രജിസ്ട്രേഷൻ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2011 മോഡൽ LXI ഓപ്ഷൻ വരുന്ന വണ്ടി. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ അല്ലേ? അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇന്റീരിയർ ഒക്കെ അടിപൊളി, ഉള്ളൊക്കെ സീറ്റ് കവർ എല്ലാം അടിപൊളി ചെയ്തിട്ടുണ്ട്. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല. സെക്കൻഡ് ഓണർഷിപ്പിലായിട്ട് വണ്ടി കിടക്കുന്നത്. ഓക്കെ, കിലോമീറ്റർ 80,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 80,000 കിലോമീറ്റർ അല്ലേ? അതെ. നമുക്ക് പെട്രോൾ അല്ലേ ഈ ഒരു വണ്ടി വരുന്നത്? അതെ, പെട്രോൾ വരും. ഏകദേശം മൈലേജ് എത്രക്ക്? മൈലേജ് നമുക്ക് ഒരു 15-16 ആ റേഞ്ചിലേക്ക് ഉള്ളിൽ, അത് നമുക്ക് 15-16 റേഞ്ചില് ഉള്ളിൽ അതേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. കാരണം വാഗണർ ആവുകൊണ്ട് അത്രത്തോളം നമുക്ക് കൂടുതൽ പറയാൻ കഴിയില്ല. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? 220 ചോദിക്കുന്നത്. എന്തെങ്കിലും അങ്ങനെ ചെറിയ എമൗണ്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഏകദേശം ലോണൊക്കെ ലോൺ ടാസ്ക് ആണ്. ശ്രീരാം പോലത്തെ ഫിനാൻസ് നമ്മൾ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ അണ്ടർ ഏരിയയിൽ എവിടെയൊക്കെ ചെയ്യാൻ പറ്റൂല. അടുത്തൊരു 7 സീറ്റർ ആണ്, ബൊലേറോ അല്ലേ? ഇത് 2013 മോഡൽ. 2013 ഏതായിരുന്നു ഓപ്ഷൻ? ഇത് ഓപ്ഷൻ SLE എന്ന് പറഞ്ഞ ഓപ്ഷനാണ് വരുന്നത്. ബേസ് ആണ്, അതായത് AC പവർ സ്റ്റാരിംഗ് വരുന്നുള്ളൂ. പവറിന്റെ കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ഇതിലൊക്കെ നല്ല നീറ്റ് ആണ് അല്ലേ? ഓണർഷിപ്പ് ഒക്കെ സെക്കൻഡ് ഓണർഷിപ്പിലാണ് കിടക്കുന്നത്. കിലോമീറ്റർ 80,000 ഓടിയിട്ടുള്ളൂ. ടയറൊക്കെ അത്യാവശ്യം നല്ല ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതേപോലെ ഫ്രണ്ടിലും നല്ല ഫുൾ കട്ട ടയേഴ്സ് തന്നെയാണ് വരുന്നത്. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? 360 3.5 വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്കൊരു 10 നല്ല ട്രാക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. പക്ഷെ നമുക്ക് മാക്സിമം ഒരു 3 കൊല്ലൊക്കെ ഫിനാൻസ് കിട്ടത്തുള്ളൂ. ഓരോ എമൗണ്ട് വ്യത്യാസം ഉണ്ടാവും. 10 രൂപന്റെ മേലൊക്കെ അടവ്. ആൾക്കാരുണ്ടെങ്കിൽ ഇനീഷ്യൽ പേയ്മെന്റ് വേണ്ട, നമുക്ക് ഫുൾ ഓൺ മതി. ചെറിയ കാലം കൊണ്ടാണെങ്കിൽ അടക്കാൻ കഴിയുന്നവർക്ക് നമുക്ക് നല്ലൊരു അടിപൊളി എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആണ് വണ്ടിയിൽ. ഫ്രണ്ട്സ്, അപ്പൊ നമ്മളൊന്ന് ദോസ്തിലായിരുന്നു. ഈ ഫസ്റ്റ് പാർട്ട് തൽക്കാലം നമ്മളിവിടെ നിർത്തുകയാണ്. അടുത്ത പാർട്ട് നമുക്ക് അത്യാവശ്യം നല്ല ചെറുകാറുകളുടെ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട്. നമ്മുടെ ഇൻട്രോയിൽ ലിവയുടെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ അടുത്ത പാർട്ടിൽ നമുക്ക് ലിവ, അതേപോലെ തന്നെ ഡസ്റ്റർ, അതേപോലെ ഫുൾ ഓണുള്ള നല്ല കാറുകളൊക്കെ വരുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തോളി. അപ്പോൾ ദോസ്തിന്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ അരിപ്ര, അതായത് പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ പെരിന്തൽമണ്ണക്കും മലപ്പുറത്തിന് ഇടയിലായിട്ടാണ്. നമ്പർ കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അത് മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. റിയാസ് ആൻഡ് തോയർ സൈനിങ് ഓഫ്.